വാൽപ്പാറ എത്തി എനിക്ക് കിട്ടിയ 8ന്റെ പണി. രാവിലെ തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വാൽപ്പാറ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം കാണിക്കാട്ടോ. കുഞ്ഞു റൂമാണ്, പക്ഷെ അത്യാവശ്യം രണ്ടുപേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ചെറിയൊരു TV ഉണ്ട്, ഒരു സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ബാത്റൂം ആണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ 24 hours ചൂടുവെള്ളം നമുക്ക് ഇവിടെ കിട്ടും. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. പിന്നെ കാർ കൊടുത്ത് നേരെ മുന്നോട്ട് തന്നെ വെച്ച് പിടിച്ചു. ആദ്യം നമ്മൾ നേരെ പോകാൻ പ്ലാൻ ഇട്ടത് നല്ലമുടി വ്യൂ പോയിന്റിലോട്ട്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. രണ്ട് സൈഡും ഫുള്ള് തേയിലത്തോട്ടവും ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം. പക്ഷെ മഴ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ വണ്ടി ഓടിച്ച് നല്ലമുടി വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് വാൽപ്പാറ ഫുള്ള് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യൂ പോയിന്റുകളെല്ലാം ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം. പിന്നെ ഇവിടെ നേരെ വണ്ടി എടുത്ത് വീണ്ടും റിട്ടേൺ വാൽപ്പാറ ടൗണിലേക്ക് തന്നെ എത്തി. ടൗണിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു കിടിലൻ ലേക്ക് ഉണ്ടെന്ന്. പിന്നെ ലേക്ക് ചുറ്റി കാണാമല്ലോ എന്ന് ഓർത്ത് നേരെ ലേക്കിന്റെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ലേക്കിന്റെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഭംഗിയില്ലാത്ത ഒരു ലേക്കാണ്. പക്ഷെ ഈ ലേക്കിന്റെ നടുവിൽ ഒരു കിടിലൻ മരം നിപ്പുണ്ട് കേട്ടോ. അത് കാണാൻ ഒരു രക്ഷയില്ല. പിന്നെ വാൽപ്പാറ ടൗണിൽ ഹോട്ടൽ തപ്പലായി അടുത്ത പരിപാടി. കിഡിൽ ഒരു ചെട്ടിനാട് ഹോട്ടൽ കിട്ടി. ഹോട്ടലിന്റെ പേര് ശ്രീലക്ഷ്മി ചെട്ടിനാട് മെസ്. ഒരു കുഞ്ഞ് ഇടവഴിക്കുള്ളിലാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത് കേട്ടോ. ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ ഊണും കിട്ടും, അതുപോലെ നല്ല ചിക്കൻ ബിരിയാണിയും കിട്ടും. ഞങ്ങൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ.